ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം. பஞ்சமஸ்கந்தத்தில் அதா மங்களகரமாயிருக்கிற ത്രയോദശോ അധ്യായഃ 13வது അധ്യായം. ബ്രാഹ്മണ ഉവാച. ശ്രേഷ്ഠ ബ്രാഹ്മണനോട് പുത്രനാക്കും ജഡഭരതൻ. அதனாலேயாக்கும் பிராமணனான ஜடபரதன் இங்க சொன்னார் அப்படின்னு சொல்லப்பட்டது. பிறவி கொண்டும் அவரோடு ஞானத்தாலேயும் அவரு பிராமணனாக்கும். அதனால பிராமண உவாச்ச. 1வது ஸ்லோகம். துரத்யயே அத்வனி அஜயா நிவேசிதஹ ரஜஹ தமஹ சத்வ விபக்த கர்மத்ருக் சஹ ஏஷஹ ச அர்த்தஹ அர்த்தபரஹ பரிப்ரமன் பவாடவீம் யாதி ந ஷர்ம விந்ததி. துரத்யயே த்வன்யஜயா நிவேஷிதோ ரஜஸ்தம சத்வவிபக்த கர்மத்ருக் ச ஏஷ சார்த்தோர்த்த பர பரிப்ரமன் பவாடவீம் யாதி ந ஷர்ம விந்ததி. 2வது ஸ்லோகம். யஸ்யாம் இமே ஷண்ணரதேவ தஸ்யவஹ ச அர்த்தம் சார்த்தம் விலும்பந்தி குநாயகம் பலாத். கோமாயவஹ யத்ர ஹரந்தி ச அர்த்திகம் சார்த்திகம் பிரமத்தம் ஆவிஷ்ய யதா உரணம் விருகாஹ. யஸ்யாமிமே ஷண்ணரதேவ தஸ்யவா சார்த்தம் விலும்பந்தி குநாயகம் பலாத். கோமாயவோ யத்ர ஹரந்தி சார்த்திகம் பிரமத்தமாவிஷ்ய யதோரணம் மிருகாः. 3வது ஸ்லோகம். பிரபூத வீருத் திருணகுல்மகஹ்வரே. பிரபூத வீருத் திருணகுல்மகஹ்வரே கடோரதம்சைः மசகைः உபத்ருதः. பிரபூத வீரோ திருணகுல்மகஹ்வரே கடோரதம்சைர்மசகைருபத்ருதா. क्वचित् गंधर्वपुरं प्रपश्यति क्वचित् च आशुः क्वचित् च आशु रयः उल्मुखग्रहम् क्वचित्तु गन्धर्वपुरं प्रपश्यति क्वचिच्चाशुरयोल्मुखग्रहम्. प्रबूदवीरुतृणगुल्मगह्वरे கடோரதம்சைர்மசகைருபத்ருதா. क्वचित्तु गन्धर्वपुरं प्रपश्यति क्वचिच्चाशुरयोल्मुखग्रहम्. 4வது ஸ்லோகம்.
निवास तोय द्रविण आत्मबुद्धिः ततः ततः दावदि भो अडव्यां क्वचिद् च वाद उत्थित पांसु धूम्रा दिशः न जानाति रजस्वल अच्छः निवासतो यद्रविणात्मबुद्धिस्तदस्तदो दावदि भो अडव्यां क्वचिच्च वादोत्थितपांसु धूम्रा दिशो न जानाति रजस्वलाक्ष അഞ്ചാമത് ശ്ലോകം അദൃശ്യത് സില്ലി സ്വന കർണശൂലഃ ഉലൂകവാഗ്ഭിഃ വ്യതിത അന്തരാത്മാ അപുണ്യവൃക്ഷാൻ ശ്രയതേ ക്ഷുത അർദിതഃ മരീചിതോയാനി അഭിധാവതി ക്വചിത് അദൃശ്യസില്ലി സ്വനകർണശൂല ഉലൂകവാഗ്ഭിർവ്യതിതാന്തരാത്മാ അപുണ്യവൃക്ഷാൻ ശ്രയതേ ക്ഷുതാർദിതോ മരീചിതോയാന്യഭിധാവതി ക്വചിത് ആറാമത് ശ്ലോകം ക്വചിത് വിതോയാഃ സരിതഃ അഭിയാതി പരസ്പരം ച ആലഷതേ നിരന്തഃ ആസാദ്യ ദാവം ക്വചിത് അഗ്നിതപ്തഃ നിർവിദ്യതേ ക്വ ച യക്ഷൈഃ ഹൃദ അസുഃ ക്വചിത് വിതോയാ സരിതോഭിയാതി പരസ്പരം ചാലഷതേ നിരന്തഃ ആസാദ്യദാവം ക്വചിദഗ്നിതപ്തോ നിർവിദ്യതേ ക്വച യക്ഷൈർഹൃദാസു ഏഴാമത് ശ്ലോകം ശൂരൈഃ ഹൃദസ്വഃ ക്വ ച നിർവിണ്ണചേതാഃ ശോചൻ വിമുഹ്യൻ ഉപയാതി കശ്മലം ശൂരൈർഹൃദസ്വ ക്വ ച നിർവിണ്ണചേതാ ശോചൻ വിമുഹ്യൻ ഉപയാതി കശ്മലം ക്വചിത് ച ഗന്ധർവപുരം പ്രവിഷ്ടഃ പ്രമോദതേ നിർവൃതവൻ മുഹൂർത്തം ക്വചിത് ച ഗന്ധർവപുരം പ്രവിഷ്ട പ്രമോദതേ നിർവൃതവൻ മുഹൂർത്തം ശൂരൈർഹൃദസ്വ ക്വ ച നിർവിണ്ണചേതാ ശോചൻ വിമുഹ്യൻ ഉപയാതി കശ്മലം ക്വചിത് ച ഗന്ധർവപുരം പ്രവിഷ്ട പ്രമോദതേ നിർവൃതവൻ മുഹൂർത്തം എട്ടാമത് ശ്ലോകം ചലൻ ക്വചിത് കണ്ടക ശക്കര അംഗ്രിഹി നഗാരുരുക്ഷുഃ നഗ ആരുരുക്ഷുഃ വിമനാഃ ഇവ ആസ്തേ പദേ പദേ അഭ്യന്തര വഹ്നിന അർദിതഃ
कौडुम्बिकः क्रुध्यति वै जनाय चलन् क्वचित् कण्डकशक्कराङ्ग्रेर्नगारुरुक्षोर्विमना इवास्ते पदे पदेऽभ्यन्तरवह्निनार्दिता कौडुम्बिक क्रुध्यति वै जनाय. ഒമ്പതാவது ശ്ലോകം. ക്വചിത് നിഗീർണഃ അജഗര അഹിനാ ജനഃ ന അവൈതി കിഞ്ചിത് വിപിനേ അപവിദ്ധഃ ദഷ്ടഃ സ്മ ശേതേ ക്വ ച ദന്തശൂകൈഃ അന്തഃ അന്തകൂപേ പതിതഃ തമിസ്രേ. ക്വചിന്നിഗീർണോ ജഗരാഹിനാജനോ നാവൈതി കിഞ്ചിദ്വിപിനേ ഭവിദ്ദ ദഷ്ടസ്മശേതേ ക്വചദന്തശൂകൈരന്തോന്തകൂപേ പതിതസ്തമിസ്രേ. പത്താவது ശ്ലോകം. കർഹി സ്മജിത് ക്ഷുദ്രരസാൻ വിജിന്വം സ്തൻ മക്ഷികാഭിഃ വ്യദിതഃ വിമാനഃ തത്ര അതികൃച്ഛ്രാദ് പ്രതിലബ്ധമാനഃ ബലാദ് വിലുംബന്തി അദ തം തതഃ അന്യേ. കർഹേ സ്മജിത് ക്ഷുദ്രരസാൻ വിജിന്വം സ്തന്മക്ഷികാഭിർവ്യദിതോ വിമാന തത്രാദികൃച്ഛ്രാദ് പ്രതിലബ്ധമാനോ ബലാദ് വിലുംബന്ത്യതം തദോന്യേ. പതിനോരാவது ശ്ലോകം. ക്വചിത് ച ശീത ആതപ വാത വർഷ പ്രതിക്രിയാം കർത്തും അനീശ ആസ്തേ. ക്വചിത് മിതഃ വിപണൻ യത് ച കിഞ്ചിത് വിദ്വേഷം ഋച്ഛതി. ഉദാ വിത്തഷാഢ്യാത്. ക്വചിച്ഛ ശീതാതപവാദവർഷ പ്രതിക്രിയാം കർത്തുമനീശ ആസ്തേ. ക്വചിന്മിതോ വിപണൻ യച്ഛ കിഞ്ചിത് വിദ്വേഷമൃച്ഛത്യുത വിത്തഷാഢ്യാത്. പന്ത്രണ്ടാவது ശ്ലോകം. ക്വചിത് ക്വചിത് ക്ഷീണധനഃ തു തസ്മിൻ ശയ്യാ ആസന സ്ഥാന വിഹാര ഹീനഃ യാജൻ പരാത് അപ്രതിലബ്ധകാമഃ പാരക്യദൃഷ്ടിഃ ലഭതേ അവമാനം. ക്വചിത് ക്വചിത് ക്ഷീണധനസ്തു തസ്മിൻ ശയ്യാസനസ്ഥാനവിഹാരഹീന യാജൻ പരാദപ്രതിലബ്ധകാമ പാരക്യദൃഷ്ടേർലഭതേവമാനം. പതിമൂന്നാவது ശ്ലോകം.
अन्योन्य वित्त व्यतिशंक वृद्ध वैर अनुबद्धः वैर अनुबन्तः विवहन्मिदः च अध्वनि अमुष्मिन् उरुकृत्स्र वित्तबाध उपसर्गैः विहरन् विपन्नः अन्योन्यवित्तव्यतिशङ्गवृद्ध वैरानुबन्धो विवहन्मिदश्च अध्वन्यमुष्मिन्नुरुवृत्रवित्तबाधोपसर्गैर्विहरन् विपन्ना. 14வது ஸ்லோகம். தாம் தான் அதையாக்கம் இங்கே பிரித்து சொல்லப்படுறது. தான் 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 அதை அமர்த்தி சொல்றதாக்கும் இங்கே தாம் தான். விபன்னான் ச ஹி தத்ர தத்ர விஹாய ஜாதம் பரிகிருஹ்ய ச அர்த்தः. आवर्तते अद्य अपि न कश्चित् अत्र वीर अध्वनः पारम् उभैति योगम्. तांस्तान् विपन्नान् सहितत्र तत्र विहाय जातं परिगृह्य सार्थ आवर्ततेऽद्यापि न कश्चिदत्र वीराध्वन पारमुपैति योगम्. 15வது ஸ்லோகம். मनस्विनः निर्जित दिग्गजेन्द्राः मम इति सर्वे भुवि बद्धवैराः मृदे शयीरन् न तु तद्व्रजन्ति यद् न्यस्तदण्डः गतवैरः अभियाति. मनस्विनो निर्जितदिग्गजेन्द्रा ममेति सर्वे भुवि बद्धवैराः मृदे शयीरन्नदु तद्व्रजन्ति यन्यस्तदण्डो गतवैरोऽभियाति. 16வது ஸ்லோகம். प्रसज्जति क्व अभि लताभुज आश्रयः तद् आश्रय अव्यक्तपद द्विजस्पृहः क्वचिद् कदाचिद् हरिचक्रतः त्रसन् सज्ञं विदत्ते भग कङ्गगृध्रैः. प्रसज्जते क्वापि लताभुजाश्रयस्तदाश्रयाव्यक्तपदद्विजस्पृहा क्वचित् कदाचित् हरिचक्रतस्त्रसन् सज्ञं विदत्ते भगकङ्गगृध्रैः. 17வது ஸ்லோகம். தைஹி வஞ்சிதः ஹம்சகுலம் சம் ஆவிஷன் அரோச்சயன் ஷீலம் உபைதி வானரான் தது ஜாதிராசேன सुनिर्वृद इन्द्रियः परस्पर उद्वीक्षण विस्मृत अवधिः तैर्वञ्चितो हंसकुलं
समाविशन्नरोजयन् शीलमुपैति वानरान् तज्जातिरासेन सुनिर्वृतेन्द्रिया परस्परोद्वीक्षण विस्मृदावതി. 18வது ശ്ലോകം. ദ്രുമേഷു റംസ്യൻ സുത ധാര വത്സലഃ വ്യവായ ദീനഃ വിവശഃ സ്വബന്ധനെ ക്വചിത് പ്രമാദാത് ഗിരികന്തരേ പതൻ വല്ലീം ഗൃഹീത്വാ ഗജബീദഃ ആസ്തിദഃ. ദ്രുമേഷു രംസ്യൻ സുതധാരവത്സലോ വ്യവായദീനോ വിവശസ്വബന്ധനെ ക്വചിത് പ്രമാദാത് ഗിരികന്തരേ പതൻ വല്ലീം ഗൃഹീത്വാ ഗജബീദ ആസ്തിദഃ. 19வது ശ്ലോകം. അധഃ കഥഞ്ചിത് സഹ വിമുക്ത ആപദഃ പുനശ്ച സ അർത്ഥം സാർത്ഥം പ്രവിശതി അരിന്തമ അധ്വനി അമുഷ്മിൻ അജയാ നിവേശിതഃ ബ്രഹ്മഞ്ജനഃ അദ്യ അഭി ന വേദ കശ്ചന അധ കഥഞ്ചിത് സ വിമുക്ത ആപദ പുനശ്ച സാർത്ഥം പ്രവിശത്യരിന്തമ അധ്വന്യമുഷ്മിന്നജയാ നിവേശിതോ ബ്രഹ്മഞ്ജനോദ്യാപി ന വേദ കശ്ചന. 20வது ശ്ലോകം. രഘൂഗണ ത്വം അഭി ഹി അധ്വനഃ അസ്യ സദ് ന്യസ്തദണ്ഡഃ സന്യസ്തദണ്ഡഃ കൃതഭൂതമൈത്രഃ അസജ്ജിത ആത്മാ ഹരിസേവയാ ചിദം ജ്ഞാന അസിം ആദായ തര അതിപാരം. രഘുഗണത്വമഭിഹ്യദ്യനോസ്യ സന്യസ്തദണ്ഡ കൃതഭൂതമൈത്ര അസജ്ജിതാത്മാ ഹരിസേവയാചിദം ജ്ഞാനാസിമാദായ തരാതിപാരം. 21வது ശ്ലോകത്തിലേന്ത് 23வது ശ്ലോകം വരയ്ക്കും രഘുഗണ രാജ ജഡഭരതൻ കിട്ട ഭവ്യതയോട് കൂടിയിട്ട് ചൊല്ലർതാക്കും. ராஜோ வாஜா அப்படிங்கிறது இங்க ரகுகண ராஜா ஜடபரதன் கிட்ட சொல்றார். 21வது ஸ்லோகம். அஹோ நிரு ஜன்ம அகில ஜன்ம சோபனம் கிம் ஜன்மபிஹி து அபரைஹி அபி அமுஷ்மின் ந யத் ऋषिकेश यशः कृत आत्मनां महात्मनां वह प्रजुरः समागमः. अहो नृजन्मागिल जन्म शोभनम् अहो नृजन्मागिल जन्म शोभनं किं जन्मभिस्त्वपरैरप्यमुष्मिन् न यदृषिकेश यशकृदात्मना महात्मनां वप्रजुरः समागमः. 22வது ஸ்லோகம்.
രഘുഗണരാജ ജഡഭരതൻ கிட்ட ഭവ്യതയോട് കൂടിയിട്ട് ചൊല്ലறதாக்குமே பார்க்கறோம். ந ஹி அத்புதம் त्वद् चरणाब्जरेणुभिः हद अम्हसः भक्तिः अदोक्षजे अमला मौहूर्तिकाद् यस्य समागमाद् च मे दुस्तर्कमूलः अपहतः अविवेकः न ह्यद्भुतं त्वच्चरणाब्जरेणुभिर्हदाम्हसो भक्तिरदोक्षजे मला मौहूर्तिकात् यस्य समागमाच्च मे दुस्तर्कमूलो बहदो विवेका. 23ാമത് ശ്ലോകം. നമഃ മഹദ്ഭ്യഃ അസ്തു നമഃ ശിശുഭ്യഃ നമഃ യുവഭ്യഃ നമ ആവടുഭ്യഃ യേ ബ്രാഹ്മണാഃ ഗാം അവധൂതലിംഗാഃ ചരന്തി തേഭ്യഃ ശിവം അസ്തു രാജ്ഞാം. തേഭ്യഃ ശിവം അസ്തു രാജ്ഞാം. നമോ മഹദ്ഭ്യോസ്തു നമഃ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവടുഭ്യോ യേ ബ്രാഹ്മണാ ഗാമവധൂതലിംഗാശ്ചരന്തി തേഭ്യഃ ശിവമസ്തു രാജ്ഞാം. ശ്രീ ശുക ഉവാച. ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് கிட்ட சொல்றார். 24வது ഗദ്യഭാഗം. ഇതി ഏവം ഉത്തരാമാദഃ സഹ വൈ ബ്രഹ്മർഷി സുതഃ സിന്തുപതയഃ ആത്മസദത്വം വിഗണയതഃ പരാനുഭാവ പരമകാരുണികതയാ ഉപദിശ്യ രഘുഗണേന സകരുണം അഭിവന്തിത ചരണഃ ആപൂർണ അർണവ ഇവ നിവൃത കരണഃ ഊർമി ആശയഃ ധരണിം ഇമാം വിചചാര. ഇത്യേവം ഉത്തരാമാദഃ സ വൈ ബ്രഹ്മർഷിസുതഃ സിന്തുപതയ ആത്മസദത്വം വിഗണയതഃ പരാനുഭാവ പരമകാരുണികതയാ ഉപദിശ്യ രഘുഗണേന സകരുണം അഭിവന്തിതചരണഃ ആപൂർണ അർണവ ഇവ നിവൃത കരണോർമ്യാശയോ നിവൃത കരണഃ ഊർമി ആശയഃ ധരണിം ഇമാം വിചചാര. ഇത്യേവമുത്തരാമാദഃ സ വൈ ബ്രഹ്മർഷിസുതഃ സിന്തുപതയ ആത്മസദത്വം വിഗണയതഃ പരാനുഭാവഃ പരമകാരുണികതയാ പരമകാരുണികതയോപദിശ്യ രഘുഗണേന സകരുണമഭിവന്തിതചരണഃ ആപൂർണാർണവ ഇവ നിവൃതകരണോർമ്യാശയോ ധരണിമിമാം വിചചാര. 25ാമത് ശ്ലോകം. ഗദ്യഭാഗമാക്കും ഇത്. 25ാമത് ഗദ്യഭാഗം. ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് ചൊല്ലറതാക്കും പാക്കറോം. സൗവീരപതിഃ അഭി സുജന സമവഗതഃ പരമാത്മ സതത്വഃ ആത്മനി അവിദ്യ അധ്യാരോപിതാം ച ദേഹ ആത്മമതിം വിസസർജ ഏവം ഹി നൃപ ഭഗവത്
आश्रित अनुभावः सौवीरपदिरपि सुजनसमवगत परमात्मसतत्वः आत्मनि अविद्याद्यारोपितां च देहात्ममतिं विससर्ज एवं हि नृप भगवदाश्रिताश्रितानुभावः सौवीरपदिरपि सुजनसमवगत परमात्मसतत्व आत्मन्यविद्याद्यारोपितां च देहात्ममतिं विससर्ज एवं हि नृप भगवद् आश्रितानुभावः भगवदाश्रिताश्रितानुभावः 26வது गद्यभागं राजोवाच परीक्षित महाराजा ஸ்ரீசுக பிரம்மர்ஷி அப்படிங்கிற குருட்ட ரிக்வெஸ்ட் பண்ணுறார். என்னவாக்கும் அவர் ரிக்வெஸ்ட் பண்ணுறார் அப்படிங்கிறதாக்கும் இதில் சொல்லப்படுறது. யஹ ஹ வா இஹ பகுவிதா மகாபாகவதா त्वया अभिहितः परोक्षेण वचसा जीवलोक भव अद्वा स हि आर्यमनीषया कल्पितविषयः न अञ्जसा अव्युल्पन्नलोक समधिगमः अद तदा एव एतद् दुरवगमं समवेत अनुकल्पेन निर्दिश्यताम् इति. यो ह वा इह बहुविधा महाभागवता त्वयाभिहितः परोक्षेण वचसा जीवलोकभवाद्वा सह्यार्यमनीषया कल्पितविषयो नाञ्जसाव्युल्पन्नलोक समधिगमः अद तदेवैतद्दुरवगमं समवेतानुकल्पेन निर्दिश्यतामिति. यो ह वा इह बहुविधा महाभागवत त्वयाभिहित परोक्षेण वचसा जीवलोकभवाद्वा सह्यार्यमनीषया कल्पितविषयो नाञ्जसाव्युल्पन्नलोक समधिगम अद तदेवैतद्दुरवगमं समवेतानुकल्पेन निर्दिश्यतामिति. 5வது ஸ்கந்தத்தில் 13வது அத்தியாயம் முடிவடைகிறது.